ഹായ്, വെൽക്കം ടു ഓൾ. നമ്മുടെ 24ാമത്തെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പര്യായ പദങ്ങൾ, അർത്ഥവ്യത്യാസം, കവിവാക്യങ്ങൾ, അർത്ഥം, ഇത്രയും ഒരു ഹെഡിങ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്രയും ഒരുപാട് പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. 23 റിവിഷൻ ക്ലാസ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. റിവൈസ് ചെയ്തവർക്ക് അത് പ്രയോജനപ്രദമായി കാണുമല്ലോ. ഇനിയും നമുക്ക് കുറച്ചും കൂടെ മലയാളത്തിൻ്റെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. നമുക്കത് വീണ്ടും റിവൈസ് ചെയ്യാം. ഒരിക്കൽ കൂടി നമ്മൾ കഴിഞ്ഞ 23 റിവിഷൻ ക്ലാസ്സിലായിട്ട് കഴിഞ്ഞ പല പോർഷനും നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മലയാളത്തിൻ്റെ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. പര്യായ പദങ്ങൾ: രോഗം, ഹൃദയം, വിഷം, ഇത്രയും 3 പദങ്ങളുടെ പര്യായ പദങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. രോഗം: രുജ, ഗതം, ശൂല, പീഡ, വ്യാധി, ആമയം, ആതങ്കം. രുജ, ഗതം, ശൂല, പീഡ, വ്യാധി, ആമയം, ആതങ്കം. ആദ്യമായി കേൾക്കുന്നവർക്ക്, രോഗത്തിൻ്റെ പര്യായപദങ്ങൾ അറിയാത്തവർക്ക് ഇത് പാടായിട്ട് തന്നെ തോന്നും. ഒരു പ്രാവശ്യം വായിച്ചാലോ 2 പ്രാവശ്യം വായിച്ചാലോ ഒന്നും ഇത് ഓർത്തിരിക്കണമെന്നില്ല. ചിലർക്ക് എഴുതി പഠിച്ചാൽ ഓർത്തിരിക്കുന്നവർ കാണും. അങ്ങനെയുള്ളവരെ എഴുതി തന്നെ പഠിക്കുക. വായിച്ചു പഠിച്ചാൽ എളുപ്പമുള്ളവർ കാണും. അങ്ങനെയുള്ളവർ വായിച്ചു പഠിക്കുക. കേട്ട് പഠിക്കേണ്ടവർ നമ്മൾ റിവിഷൻ ക്ലാസ് നന്നായിട്ട് വീണ്ടും റിപ്പീറ്റ് കേൾക്കുക. എങ്ങനെയായാലും നമ്മൾ പഠിച്ചെടുത്തേ പറ്റൂ. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കഴിവ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. വേറൊരാൾക്കല്ല അറിയുന്നത്, നമുക്ക് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്ത് പഠിച്ചാലാണ് ഇത് നമുക്ക് ഹൃദയസ്ഥമാക്കുവാൻ സാധിക്കുന്നതെന്ന് കണ്ടെത്തുക എന്നുള്ളത് ആദ്യത്തെ പടിയാണ്. അടുത്തത് ഹൃദയം: അകക്കാമ്പ്, ചേതസ്, ഉള്ളം, നെഞ്ചകം, ഹൃത്ത്. അകക്കാമ്പ്, ചേതസ്, ഉള്ളം, നെഞ്ചകം, ഹൃത്ത്. അകക്കാമ്പ്, ചേതസ്, ഉള്ളം, നെഞ്ചകം, ഹൃത്ത്. ഹൃദയത്തിൻ്റെ പര്യായപദങ്ങൾ 5 എണ്ണമാണ്. 5 എണ്ണവും നന്നായിട്ട് പഠിച്ചെടുക്കുക. പല ആവർത്തി കേൾക്കുക. നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ. വിഷം: ഗരം, ഗരളം, ക്ഷേളം, കാക്കോളം, ഹാലാഹലം. ഗരം, ഗരളം, ക്ഷേളം, കാക്കോളം, ഹാലാഹലം. മൂന്ന് വാക്കുകളുടെ പര്യായപദങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. രോഗം, ഹൃദയം, വിഷം. ഈ 3 എണ്ണം പല ആവർത്തി വായിക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഓപ്ഷനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതാണ് അർത്ഥവ്യത്യാസം. നാഗം, സ്വർഗം. നാഗം, പാമ്പ്. 2 എണ്ണം പഠിക്കണം കേട്ടോ. നമ്മുടെ അർത്ഥവ്യത്യാസങ്ങൾ തീർന്നു. നമ്മുടെ അർത്ഥവ്യത്യാസങ്ങൾ ഈ ഒരു റിവിഷൻ ക്ലാസ്സോടെ നമ്മുടെ അർത്ഥവ്യത്യാസം കഴിഞ്ഞു. 24ാമത്തെ റിവിഷൻ ക്ലാസ്സോടെ നമ്മുടെ അർത്ഥവ്യത്യാസം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നന്നായിട്ട് റിവൈസ് ചെയ്യുക. കഴിഞ്ഞ 23 റിവിഷൻ ക്ലാസ്സിലും അർത്ഥവ്യത്യാസം നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഓരോ റിവിഷൻ ക്ലാസ്സിലും നമ്മൾ പല പോർഷൻസ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി പുതുതായിട്ട് ഇത്രയത്തിനകത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്തില്ലാത്ത ഏതെങ്കിലും അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, പഠിക്കാം. അടുത്തത് കവിവാക്യമാണേ. വിശ്വസംസ്കാര പാലകരാകൂ വിജ്ഞരെ യുഗം വെല്ലുവിളിപ്പു ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന ഭാഗത്തു നിന്നെടുത്തിട്ടുള്ള കവിവാക്യമാണ് ഇത്. വിശ്വസംസ്കാര പാലകരാകൂ വിജ്ഞരെ യുഗം വെല്ലുവിളിപ്പു ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ. അടുത്തത് അർത്ഥമാണ്. 5 അർത്ഥങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സുശാകം, ഇഞ്ചി. സുശാകം, ഇഞ്ചി. സ്ഥൂലി, ഒട്ടകം. സ്ഥൂലി, ഒട്ടകം. ഹട്ടം, ചന്ത. ഹട്ടം, ചന്ത. ഹയം, കുതിര. ഹയം, കുതിര. ഹാന്ത്രം, മരണം. ഹാന്ത്രം, മരണം. 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ 4 ഹെഡിങ് ആയിട്ട് പഠിച്ചത്. 11 ക്വസ്റ്റ്യൻസ്, 4 ഹെഡിങ്. നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഈ ഒരു 11 ക്വസ്റ്റ്യൻസും നമുക്ക് പഠിച്ചെടുക്കാൻ അത്ര പാടായിട്ട് തോന്നില്ല. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലെ പോർഷൻസ് ഇന്ന് തന്നെ പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് കഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട്
നമുക്ക് വളരെ ലൈഫ് എൻജോയ് ചെയ്ത് ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കഷ്ടപ്പെടാതെ നല്ല സുഖമായി ഒന്നും പഠിക്കാതൊക്കെ ഇങ്ങനെ നടന്നാൽ, ഉഴപ്പി നടന്നാൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ ലൈഫ് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പം നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫാണെന്ന് ഓർത്തോണം. നന്നായിട്ട് പഠിച്ചെടുക്കുക. വളരെ ഈസി അല്ലാത്തൊരു പ്രോസസ്സാണ് നമ്മുടെ PSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇഷ്ടത്തോടെ പഠിക്കുക. വളരെ അത്ര കഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല ഇഷ്ടത്തോടെ പഠിച്ചാൽ കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കും. ആരെങ്കിലും PSC പ്രിപ്പറേഷൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക, നന്നായിട്ട് പഠിച്ചാൽ കിട്ടും എന്ന് പറയുക. എല്ലാവരും പുറകോട്ട് മാറാനേ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനാണ് എല്ലാവരും. പഠിച്ചാൽ കിട്ടില്ല, പക്ഷെ കിട്ടും കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ പഠിത്തം മതിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഒന്ന് ട്രൈ ചെയ്യൂ, ഈ വർഷം കൂടെ ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് നിങ്ങളൊന്ന് ഉപദേശിക്കുക. ആരെങ്കിലും ഈ ഒരു റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്ത റിവിഷൻ ക്ലാസ് 25ാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് പുതിയ പോർഷൻസ് നന്നായിട്ട് റിവൈസ് ചെയ്തെടുക്കാം. നമ്മൾ റിവൈസ് ചെയ്ത കഴിഞ്ഞ പോർഷൻസ് നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാം. എല്ലാവർക്കും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. നന്നായിട്ട് റിവൈസ് ചെയ്യുവാൻ എല്ലാവിധ ആശംസകളും. ബെസ്റ്റ് ഓഫ് ലക്ക്.